നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. സൈബർ സെക്യൂരിറ്റി, എത്തിക്കൽ ഹാക്കിംഗ് പോലെയുള്ള മേഖലകളിൽ താല്പര്യമുള്ളവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കായിട്ട് ഒരു പുതിയ സർട്ടിഫിക്കേഷൻ ഗ്ലോബലി ഇപ്പോൾ അനൗൺസ് ചെയ്തിരിക്കുകയാണ്. ഓഫ്സെക്കിന്റെ OSCC എന്നുള്ളതാണ് ഈ ഒരു സർട്ടിഫിക്കേഷൻ. ഈ സർട്ടിഫിക്കേഷനെ കുറിച്ച് ഞാൻ മനസ്സിലാക്കുമ്പോൾ ഗ്ലോബൽ ലോഞ്ചിനോടൊപ്പം ഇന്ത്യയിലും ഇത് ലോഞ്ച് ആവുകയാണ്. ഈ ഒരു അവസരം ലഭ്യമാക്കിയിരിക്കുന്നത് നമ്മുടെ കേരളത്തിൽ തന്നെയുള്ള ഒരു സ്ഥാപനമാണ്. കൊച്ചിയിലാണ് ഈ ഒരു അവസരം ഇപ്പോൾ ലഭ്യമായിരിക്കുന്നത്. അപ്പൊ ഈ സ്ഥാപനത്തിന്റെ എക്സ്പേർട്സിൽ നിന്ന് ഈ സർട്ടിഫിക്കേഷനുമായി ബന്ധപ്പെട്ട് അറിയേണ്ടതെല്ലാം, പ്രത്യേകിച്ച് ആ സർട്ടിഫിക്കേഷൻ ആർക്കായിരിക്കും ചെയ്യാൻ കഴിയുക, അതിന്റെ ഓപ്പർച്യൂണിറ്റി എന്താണ്, അതിന് എന്ത് എക്സ്പെൻസ് വരും, ഈ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ വീഡിയോയിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ട് ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. അവ സൈബർ സെക്യൂരിറ്റി എത്തിക്കൽ ഹാക്കിംഗുമായി ബന്ധപ്പെട്ട് ഒരു നമ്പർ 1 സർട്ടിഫിക്കേഷൻ ഇപ്പോൾ പുതിയതായിട്ട് ലോഞ്ച് ചെയ്യുവാണ്, OSCC എന്നുള്ളത്. ഈ ഒരു സർട്ടിഫിക്കേഷന്റെ ഗ്ലോബൽ ലോഞ്ചുമായി ബന്ധപ്പെട്ട് ഇന്ത്യയിലെ ഈ സർട്ടിഫിക്കേഷൻ ലഭ്യമാക്കുന്ന വൺ ഓഫ് ദ ഫസ്റ്റ് പാർട്ട്നേഴ്സ് നമ്മുടെ സൗത്ത് ഇന്ത്യയിലാണ്, കേരളത്തിലാണ്. കൃത്യമായിട്ട് പറഞ്ഞാൽ നമ്മുടെ കൊച്ചിയിലാണ്. കൊച്ചിയിലുള്ള ടെക്നോ വാലി എന്ന് പറയുന്ന സ്ഥാപനമാണ് ഇത് ഇന്ത്യയിൽ ആദ്യമായിട്ട് തന്നെ ഓഫർ ചെയ്യുന്നത്. അപ്പോൾ ആ സ്ഥാപനത്തിന്റെ ചീഫ് ഓപ്പറേറ്റിംഗ് ഓഫീസർ ആയിട്ടുള്ള മിസ്റ്റർ ആനന്ദ് ജി നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ ആനന്ദിൽ നിന്ന് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ആനന്ദ്, വെൽക്കം ടു കരിയർ പാത്ത്. എനിക്ക് ആദ്യമായിട്ട് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഈ സർട്ടിഫിക്കേഷൻ എന്താണ് എന്നൊന്ന് സൂചിപ്പിക്കാമോ, ഈ OSCC എന്നുള്ളത്? തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ മുന്നേ ഞാനൊന്ന് പറയാൻ ആഗ്രഹിക്കുന്നത്, സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന മേഖലയെ ഒരു ക്രിട്ടിക്കൽ സ്കിൽ സെറ്റ്സ് ആയിട്ടാണ് ഇൻഡസ്ട്രി കണക്കാക്കുന്നത്. അപ്പൊ ഈ മേഖലയിൽ സർട്ടിഫിക്കേഷൻസിന് നല്ല പ്രാധാന്യമുണ്ട്. അപ്പൊ അതില് ഏറ്റവും ടോപ്പ് സ്റ്റാൻഡേർഡിൽ നിൽക്കുന്ന വേൾഡ് നമ്പർ 1 ഓർഗനൈസേഷൻ ആണ് US ബേസ്ഡ് ആയിരിക്കുന്ന ഓഫ്സെക്. അപ്പൊ ഓഫ്സെക്കിന്റെ OSCP എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രി പ്രൊഫഷണൽസ് എടുക്കുന്നത്. അത് പാസ് പെർസെന്റേജ് കുറവാണ്, അതുപോലെ അതിന്റെ അക്വിസിഷൻ കോസ്റ്റും കൂടുതലാണ്. അപ്പൊ അതിന് ഒരു മറുപടി അല്ലെങ്കിൽ അതിന് ഉത്തരം എന്നുള്ള രീതിയിൽ കൂടുതൽ പേര് അതിലേക്ക് പ്രാപ്തവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഓഫ്സെക് ഇന്റർനാഷണലി ലോഞ്ച് ചെയ്തിരിക്കുന്ന ഒരു ബിഗിനർ ഫ്രണ്ട്ലി സർട്ടിഫിക്കേഷൻ ആണ് ഓഫ്സെക് സൈബർ കോർ എന്ന് പറയുന്ന സർട്ടിഫിക്കേഷൻ. അപ്പൊ ഇപ്പൊ നമുക്ക് നിലവിൽ നിൽക്കുന്ന ബിഗിനർ സർട്ടിഫിക്കേഷനുകളിൽ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന സർട്ടിഫിക്കേഷൻ എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വന്നിരിക്കുന്നത്. അപ്പോൾ എന്റെ ഒരു ചോദ്യം, ഇപ്പൊ നമുക്ക് EC കൗൺസിലിന്റെ CH വളരെ പോപ്പുലർ ആയിട്ടുള്ള സർട്ടിഫിക്കേഷൻ ആണ്, അല്ലെങ്കിൽ കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് പോലെയുള്ള സർട്ടിഫിക്കേഷൻ ഒക്കെ. അപ്പൊ അതുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു പ്രസക്തി എന്തായിരിക്കും, അതൊന്ന് സൂചിപ്പിക്കാം. പ്രധാനമായിട്ടും 3 പ്രസക്തികളാണ്. ഒന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓഫ്സെറ്റ് ട്രെയിനിങ്ങിലൂടെ കാൻഡിഡേറ്റ്സിന് കിട്ടുന്ന പ്രാക്ടിക്കൽ എക്സ്പോഷർ ആണ്. ഈ പ്രോഗ്രാമിന്റെ 80% പ്രാക്ടിക്കൽ എക്സ്പോഷർ ആണ്. 2, ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഇൻഡസ്ട്രിയുടെ കോമ്പറ്റൻസിയാണ്. കാലി ലിനക്സ് എന്ന് പറയുന്ന സൈബർ സെക്യൂരിറ്റിയുടെ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ സൃഷ്ടാക്കളാണ് ഓഫ്സെറ്റ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ. ഈ ടൂളുകളാണ് ഇന്ന് ഇൻഡസ്ട്രിയിൽ പ്രാക്ടീസ് ചെയ്യുന്നത്. ഇതേ ടൂളുകളിലാണ് കാൻഡിഡേറ്റ്സിന് ട്രെയിനിങ് കിട്ടുന്നത്. അപ്പൊ ഇവരുടെ കോമ്പറ്റൻസി മറ്റ് ഇൻഡസ്ട്രി റെലവൻസ് വളരെ കൂടുതലാണ്. എക്സാക്ട്ലി, ഇൻഡസ്ട്രി റെഡി കാൻഡിഡേറ്റ് ആയിട്ടായിരിക്കും ഇവരെ ട്രെയിൻ ചെയ്യുന്നത്. അപ്പോഴും ഈ ഒരു OSCC എന്ന് പറഞ്ഞ ഈ ഒരു സർട്ടിഫിക്കേഷൻ ആർക്കായിരിക്കും പഠിക്കാനായിട്ട് കഴിയുക? ഒരു ഫ്രഷർ ലെവലിൽ പഠിക്കാനായിട്ട് പറ്റുമോ, അതോ ഈ മേഖലയിൽ ഒരു എക്സ്പീരിയൻസ് ഉള്ളവർക്ക് മാത്രമായിരിക്കും ഇത് ഓഫർ ചെയ്യുക? ഒന്ന് സൂചിപ്പിക്കാം. ഇല്ല, അങ്ങനെ ഒരു റെസ്ട്രിക്ഷൻ ഈ പ്രോഗ്രാമിനില്ല. സൈബർ സെക്യൂരിറ്റി മേഖലയിലേക്ക് ഒരു കരിയർ ആഗ്രഹിക്കുന്ന ഏതൊരാൾക്കും ഈ പ്രോഗ്രാം പഠിക്കാം. സ്പെസിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ അവസാന വർഷത്തെ ഡിഗ്രി ഡിപ്ലോമ വിദ്യാർത്ഥികൾ, അതെ, ഒരു സ്റ്റുഡന്റ് കാറ്റഗറിയിൽ 5 ഇയേഴ്സ് ആണെങ്കിൽ കുറച്ചുകൂടി ഓക്കെയാണ് അവര്. അത് കഴിഞ്ഞ് പഠനം കഴിഞ്ഞ് ജോബിലേക്ക് നോക്കുന്ന ആൾക്കാർ, നിലവിൽ മറ്റൊരു ജോബിൽ എൻട്രി ചെയ്തു പക്ഷെ സൈബറിലേക്ക് ട്രാൻസിഷൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർ, വർക്കിംഗ് പ്രൊഫഷണൽസ്, ഈ 3 കാറ്റഗറിക്ക് ഞാൻ ചോദിച്ചോട്ടെ, നമ്മൾ മുമ്പേ സൂചിപ്പിച്ച CH അല്ലെങ്കിൽ സെക്യൂരിറ്റി പ്ലസ് ഒക്കെ കഴിഞ്ഞവർക്കും ഇത് പഠിക്കാനായിട്ട്? തീർച്ചയായിട്ടും. നിലവിലെ EC കൗൺസിലിന്റെ CH, സോക്ക് അനലിസ്റ്റ്, കോംറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ് പ്രോഗ്രാമുകൾ കഴിഞ്ഞ ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഒന്നുകൂടി ബേസ് ഉണ്ടായിരിക്കും. അവരുടെ ലേണിംഗ് കുറച്ചുകൂടി ഫാസ്റ്റ് ആയിരിക്കും. അവരുടെ ശരിക്കും ഒരു സെക്കൻഡ് ഹയർ സർട്ടിഫിക്കേഷൻ ആയിട്ട് OSCC സർട്ടിഫിക്കേഷൻ അവർക്ക് തീർച്ചയായിട്ടും എടുക്കാം. എനിക്കറിയേണ്ട ഒരു കാര്യം, ഈ OSCC സർട്ടിഫിക്കേഷനകത്ത്
എന്തൊക്കെ ഏരിയാസ് ആണ് കവർ ചെയ്യുക അതൊന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ഇത് 40 മൊഡ്യൂളുകളിലായിട്ടാണ് ഈ പ്രോഗ്രാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. അതിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഒഫൻസീവ് മേഖലയും ഡിഫൻസീവ് മേഖലയും കവർ ചെയ്യുന്നു എന്നുള്ളത് ഇതിന്റെ മറ്റൊരു യുണീക് ഹൈലൈറ്റ് ആണ്. അതിൽ ഏറ്റവും ഫണ്ടമെന്റൽ ആയിരിക്കുന്ന സൈബർ സെക്യൂരിറ്റിയുടെ ബേസിക്സ് തൊട്ടിട്ട് വെബ് സ്യൂട്ട്സ്, നോട്ട് ടെക്നിക്സ്, എത്തിക്കൽ ഹാക്കിംഗ് ഫേസസ്, പൈത്തൺ സ്ക്രിപ്റ്റിംഗ്, അതുപോലെ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ഹാർഡ്വെയർ അറ്റാക്കിംഗ്, അതായത് എംബഡഡ് സിസ്റ്റം ഹാക്കിംഗ്, AWS വരെ എത്തി നിൽക്കുന്ന ലേണിംഗ് പാത്താണ് ഈ പ്രോഗ്രാമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഇത് എങ്ങനെയായിരിക്കും ഓഫർ ചെയ്യുന്നത്? ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ ഇത് ആദ്യം തന്നെ ഇന്ത്യയിൽ ഓഫർ ചെയ്യുന്നത് നമ്മുടെ കേരളത്തിലാണ്, ടെക്നോ വാലി ആണെന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ ഇതിനെ കുറിച്ച് പഠിച്ചപ്പോൾ നമ്മൾ ഇതൊരു ഡിപ്ലോമ പ്രോഗ്രാം ആയിട്ടാണ് ഓഫർ ചെയ്യുന്നത് മനസ്സിലാക്കി. അപ്പൊ അതെങ്ങനെയായിരിക്കും അതിന്റെ ഒന്നും ഡീറ്റെയിൽസ്? ഈ OSCC അല്ലെങ്കിൽ ഓഫ്സെറ്റ് സൈബർ കോർ സർട്ടിഫിക്കേഷൻ എടുക്കാൻ വേണ്ടിയിട്ട് കാൻഡിഡേറ്റ്സിന് സെറ്റ് ചെയ്യുന്ന ഒരു ലേണിംഗ് പാത്ത് ആയിട്ട് നമ്മൾ ഇതിനെ 300 മണിക്കൂറിന്റെ 9 മാസത്തെ ഒരു ട്രെയിനിങ് പ്രോഗ്രാം ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അത് അഡ്വാൻസ് ഡിപ്ലോമ ഇൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്നാണ് അതിന്റെ പേര്. അഡ്വാൻസ് ഡിപ്ലോമ ഇൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ്, ADPT എന്ന് പറയുന്ന 300 മണിക്കൂറിന്റെ 9 മാസം ഡ്യൂറേഷൻ വരുന്ന ഒരു ലേണിംഗ് കരിക്കുലാണ് ഈ പ്രോഗ്രാമിന് വേണ്ടി സജ്ജമാക്കിയിരിക്കുന്നത്. സോ ഈ ഒരു ട്രെയിനിങ് കഴിയുന്നതോടൊപ്പം ഇതിന്റെ ടുവേർഡ്സ് തന്നെ ആ കാൻഡിഡേറ്റിന് OSCC സർട്ടിഫൈഡ് കാൻഡിഡേറ്റ് ആയി മാറാൻ സാധിക്കും. അപ്പം അടുത്ത എന്റെ ചോദ്യം എന്ന് പറഞ്ഞാൽ ഇതെങ്ങനെയാണ് ഓഫർ ചെയ്യുന്നത്? ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ കൊച്ചിയിലുള്ള ഓഫ്ലൈൻ സെന്ററിലൂടെ ഓഫർ ചെയ്യുന്നുണ്ട്. അതല്ലാതെ ഇപ്പൊ ഇത് ഓൾ ഇന്ത്യ ബേസിസിൽ ലോഞ്ച് ചെയ്യുന്ന, വേൾഡ് ഓവർ ലോഞ്ച് ചെയ്യുന്ന ഒരു പുതിയ സർട്ടിഫിക്കേഷൻ ആണല്ലോ. അപ്പം പല സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർക്ക് ഇത് പഠിക്കേണ്ടതായിട്ട്. അപ്പൊ ഓൺലൈൻ പോലെയുള്ള എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും ഓൺലൈൻ മോഡലും ഓഫ്ലൈൻ മോഡലും ഹൈബ്രിഡ് മോഡലും ഈ പ്രോഗ്രാം അവൈലബിൾ ആണ്. കാരണം നമ്മൾ ആദ്യം പറഞ്ഞല്ലോ, ഇതിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരെ കൂടി നമ്മൾ ഇതിലേക്ക് പരിഗണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതിന് റെഗുലർ ബാച്ചസ് ഉണ്ട്, തിങ്കൾ മുതൽ വെള്ളി വരെ നിൽക്കുന്ന ബാച്ചസ് ഉണ്ട്. എല്ലാ ശനിയാഴ്ചകളിൽ നടക്കുന്ന വീക്കെൻഡ് പ്രോഗ്രാമുകളുണ്ട്, ഓൺലൈൻ ആയിട്ടും ഓഫ്ലൈൻ ആയിട്ടും ഉണ്ട്. അപ്പോഴും എനിക്കറിയേണ്ട ഒരു കാര്യം, ഇതിന്റെ സർട്ടിഫിക്കേഷൻ, ഇതിന്റെ എക്സാം അത് നമ്മൾ ഓഫ്സെറ്റ് നേരിട്ടാണല്ലോ നടത്തുന്നത്. അപ്പൊ അതെങ്ങനെയായിരിക്കും? അതിനുള്ള സൗകര്യങ്ങൾ, അതിന്റെ ടെസ്റ്റിംഗ് സെന്റേഴ്സിൽ പോകണോ? അതെങ്ങനെയായിരിക്കും? അതൊന്നും ഇല്ല, ഓഫ്സെറ്റിന്റെ ഇന്ത്യയിലുള്ള IT ഇൻഡസ്ട്രി ഒഫീഷ്യൽ പാർട്ണർ ടെക്നോ വാലി. സോ ടെക്നോ വാലിയുടെ കൊച്ചി ക്യാമ്പസ് തന്നെ അംഗീകരിക്കപ്പെട്ടിരിക്കുന്ന ഓഫ്സെറ്റിന്റെ ഇന്റർനാഷണൽ എക്സാം സെന്റർ ആണ്. അപ്പൊ കാൻഡിഡേറ്റ്സിന്റെ ഇന്റർനാഷണൽ എക്സാം ഇവിടുന്ന് തന്നെയായിരിക്കും എടുക്കുക. 6 മണിക്കൂറാണ് ഇതിന്റെ ഡ്യൂറേഷൻ ഉള്ളത്. പ്രോംപ്റ്റഡ് അസസ്മെന്റ് ആണ്. പ്രാക്ടിക്കൽ സ്കിൽസിന് എംഫസൈസ് ചെയ്യുന്ന അല്ലെങ്കിൽ അതിനെ ടെസ്റ്റ് ചെയ്യുന്ന എക്സാംസ് ആയിരിക്കും അത് ഉണ്ടായിരിക്കും. അപ്പൊ ആ ഒരു എക്സാമിലേക്ക് കാൻഡിഡേറ്റ്സിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ടെക്നോ വാലി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരിക്കുന്ന നമ്മുടെ ADPT പ്രോഗ്രാമിലൂടെ നിരവധി മോക്ക് എക്സാംസ് അറ്റംപ്റ്റുകൾ ഇതിന്റെ ഭാഗമായിട്ട് കൊടുക്കുന്നുണ്ട്. ആ ഒരു കോമ്പറ്റൻസി എൻഷുർ ചെയ്തതിനു ശേഷമാണ് ഇദ്ദേഹത്തെ ഫൈനൽ എക്സാമിലേക്ക് വെക്കണം. ഈ OSCP പ്രോഗ്രാം നല്ല കോസ്റ്റ്ലി ആണ്. ഈ OSCCയുടെ ഫീസ് അതൊക്കെ എങ്ങനെയാ? അതൊന്ന് സൂചിപ്പിക്കാം. ഓക്കെ, തീർച്ചയായിട്ടും ഈ ADPT അല്ലെങ്കിൽ അഡ്വാൻസ് ഡിപ്ലോമ ഇൻ പെനിട്രേഷൻ ടെസ്റ്റിംഗ് എന്ന് പറയുന്ന പ്രോഗ്രാം 9 മാസം ദൈർഘ്യമുള്ള 300 മണിക്കൂറിന്റെ പ്രോഗ്രാമാണ്. അപ്പൊ ഇതിന്റെ യഥാർത്ഥ ഫീസ് എന്ന് പറയുന്നത് 2.5 ലക്ഷം രൂപ പ്ലസ് ടാക്സ് ആണ് വരുന്നത്. അപ്പൊ ഇതിന്റെ ഒരു ആദ്യത്തെ ഇൻട്രോഡക്ടറി ലോഞ്ചിന്റെ ഭാഗമായിട്ട് ഇത് 1.75 റുപ്പീസ് പ്ലസ് ടാക്സിനാണ്, 1.75 ലാഖ് റുപ്പീസ് പ്ലസ് ടാക്സിനാണ് ഈ പ്രോഗ്രാം വന്നിരിക്കുന്നത്. ഇതിൽ ആദ്യത്തെ ബാച്ചിലുള്ള മുഴുവൻ പേർക്കും ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു ഇൻഡസ്ട്രി സ്കോളർഷിപ്പും ലഭ്യമാണ്. അപ്പൊ അത് ഏകദേശം എത്ര രൂപയും കൂടെ കൊടുക്കാനായിരിക്കും? എങ്ങനെയായിരിക്കും? നിലവിൽ 10,000 രൂപയുടെ ഒരു സ്കോളർഷിപ്പ് ആണ് എല്ലാവർക്കും അവാർഡ് ചെയ്യപ്പെടുന്നത്. അപ്പൊ 1.65 ലാഖ് പ്ലസ് ടാക്സ് ആ ഒരു ഫീസിൽ ഇപ്പം ലഭ്യമാണ്. പക്ഷെ 10 മാസം കൊണ്ട് അവർക്ക് ഫ്ലെക്സിബിൾ EMI പ്രൊവൈഡ് ചെയ്യാനുള്ള ഒരു ലേണിംഗ് സപ്പോർട്ടും ഇൻഡസ്ട്രിയുടെ ഭാഗത്ത് നിന്ന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഈ ഒരു സർട്ടിഫിക്കേഷൻ എടുത്താൽ നമുക്ക് ലഭ്യമാകുന്ന ജോബ് റോളുകൾ എന്തൊക്കെയായിരിക്കും? അതേപോലെ ഒരു ശമ്പളം എത്ര പ്രതീക്ഷിക്കാം? ഒരു ഏകദേശം, അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിലൊക്കെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതൊന്നും തീർച്ചയായും. ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഈ ഒരു പ്രോഗ്രാമിൽ സൈബർ സെക്യൂരിറ്റിയുടെ ഒഫൻസീവ് മേഖലയും ഡിഫൻസീവ് മേഖലയും കൈകാര്യം ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 20-ലധികം ജോബ് ടൈറ്റിലുകളിലേക്ക് ഈ കാൻഡിഡേറ്റ് റെഡി ടു എക്വിപ്പ് ആണ്. അപ്പൊ ഒരു ചോദ്യം, നമ്മുടെ നാട്ടിലുള്ളവർക്കൊക്കെ ഒന്നും അറിയാൻ മേലാത്ത ചോദിക്കുന്ന ഒരു ചോദ്യം, എത്തിക്കൽ ഹാക്കർ ആകാൻ പറ്റുമോ? തീർച്ചയായും. കാരണം അത് റിലവന്റ് ആയ ചോദ്യം തന്നെയാണ്. എത്തിക്കൽ ഹാക്കിംഗ് എന്ന് പറയുന്നത് ശരിക്കും സർട്ടിഫിക്കേഷന്റെ ഒരു പോപ്പുലർ പേരാണ്. നമ്മളൊരു ജോബിലേക്ക് വരുമ്പോൾ ആ ജോബിന്റെ ഔദ്യോഗിക നാമധേയം പെനിട്രേഷൻ ടെസ്റ്റർ എന്നാണ്. അപ്പം അത് രണ്ടും ഏറെക്കുറെ ഒന്ന് തന്നെയാണ്. ഒന്ന് അതിന്റെ സർട്ടിഫിക്കേഷൻ നെയിമാണ്, ഒന്ന് അതിന്റെ ഡെസിഗ്നേഷൻ നെയിമാണ്. അപ്പൊ ശരിക്കും ഇയാൾക്ക് ഒരു എത്തിക്കൽ ഹാക്കർ അല്ലെങ്കിൽ പെനിട്രേഷൻ ടെസ്റ്റർ, സൈബർ സെക്യൂരിറ്റി അനലിസ്റ്റ്, കൺസൾട്ടന്റ്, നെറ്റ്വർക്ക് ആർക്കിടെക്ട്,
എന്ന് പറയുന്ന 20ഓളം പൊസിഷനുകളിലേക്ക് ഇദ്ദേഹത്തിന് കടന്നു വരാൻ സാധിക്കും. ഇതിന്റെ ഞാൻ ചോദിച്ചു ആവറേജ് സാലറി എത്രയാണ്? നിലവിൽ ഇൻഡസ്ട്രി സ്റ്റാൻഡേർഡ് പ്രകാരം 6 ലക്ഷം മുതൽ 9 ലക്ഷം വരെയാണ് സാലറി പാക്കേജുകൾ ഉള്ളത്. പക്ഷെ അതിൽ തന്നെ ഓഫ്സെറ്റ് സർട്ടിഫൈഡ് കാൻഡിഡേറ്റ് ആകുമ്പോൾ അയാളുടെ സാലറി സ്കെയിൽ എപ്പോഴും ടോപ്പ് എൻഡിലായിരിക്കും, ഹയർ ലെവലിലായിരിക്കും. കാരണം ഇൻഡസ്ട്രി അത്രയും അക്സെപ്റ്റ് ചെയ്യുന്നതും റെക്കഗ്നൈസ് ചെയ്യുന്നതുമായ സർട്ടിഫിക്കേഷൻ ആണ്. അത് നമ്മുടെ നാട്ടിൽ അതിന്റെ ഓപ്പർച്യൂണിറ്റി ഉണ്ടോ? അതൊന്നും തീർച്ചയായിട്ടും ആ ഓപ്പർച്യൂണിറ്റി വരുന്നതിന് മുന്നേ നേരത്തെ സാർ ചോദിച്ചു എന്ത് സർട്ടിഫിക്കേഷൻ ആണെന്ന് പറയുന്നത്. ടെക്നോ വാലിയിലേക്ക് ഒരു കാൻഡിഡേറ്റിനെ ട്രെയിനിങ്ങിന് വേണ്ടി എടുക്കുന്ന സമയത്ത് ഒരിക്കലും അയാളെ സ്റ്റുഡന്റ് ആയിട്ടല്ല നമ്മൾ ഓൺബോർഡ് ചെയ്യുന്നത്. അയാൾ ടെക്നോ വാലി സോഫ്റ്റ്വെയർ എന്ന് പറയുന്ന ഓർഗനൈസേഷന്റെ സൈബർ സെക്യൂരിറ്റി ഇന്റേൺ ആയിട്ടാണ് എക്സ്പീരിയൻസ് കിട്ടും. ആ ഒരു 9 മാസത്തെ അയാളുടെ ട്രെയിനിങ് പീരീഡിന് ഇന്റേൺഷിപ്പ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു സർട്ടിഫിക്കേഷൻ ഉണ്ടാവും. അപ്പൊ അത് അയാൾക്ക് അയാളുടെ എംപ്ലോയ്മെന്റ് എൻട്രി കുറച്ചുകൂടി സ്മൂത്ത് ചെയ്യാൻ പറ്റും. പിന്നെ കേരളത്തിലെ ഓപ്പർച്യൂണിറ്റീസ്, നിരവധി ഓപ്പർച്യൂണിറ്റീസ് കേരളത്തിലുണ്ട്. വളരെ ഉദാഹരണമായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ പ്രധാനപ്പെട്ട 3 IT പാർക്കുകൾ, ടെക്നോ പാർക്ക്, ഇൻഫോ പാർക്ക്, സൈബർ പാർക്ക്, 3ലും നിരവധി തൊഴിലവസരങ്ങളാണുള്ളത്. നാട്ടിൽ തന്നെ ഉയർന്ന സാലറിയിൽ കാൻഡിഡേറ്റിന് കരിയർ ഇമ്മീഡിയറ്റ്ലി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. അടുത്തൊരു ചോദ്യം, അതിന്റെ ഉത്തരം ഓൾറെഡി പറഞ്ഞത് തന്നെയാണ്. എന്തുകൊണ്ട് ഇത് ടെക്നോ വാലിയിൽ തന്നെ പഠിക്കണം? നമ്മൾ പൈനിയേഴ്സ് ആണ്. നമ്മൾ ഇന്ത്യയിൽ തന്നെ ഇത് ഗ്ലോബൽ ലോഞ്ചിനോടൊപ്പം ഇന്ത്യയിൽ തന്നെ ഓഫർ ചെയ്യുന്ന ആദ്യ സ്ഥാപനങ്ങളിൽ ഒന്നാണ്. അതിലുപരി ഇതെന്തുകൊണ്ട് ഇവിടെ പഠിക്കണം? അതിനെന്തെങ്കിലും ഒന്ന് പറയാനല്ല. അതിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് എന്ന് പറയുന്നത് ഈ പ്രോഗ്രാം ഇന്ത്യയിലെ ടെക്നോ വാലിയിലൂടെ മാത്രമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. മറ്റെവിടുന്നും ഈ പ്രോഗ്രാം ചെയ്യാൻ പറ്റത്തില്ല. രണ്ടാമത് നമ്മുടെ ട്രെയിനിങ് ക്വാളിറ്റിയാണ്. ഇപ്പൊ നേരത്തെ നമ്മൾ സൂചിപ്പിച്ചു, ആ ഒരു സർട്ടിഫിക്കേഷന് വേണ്ടി കാൻഡിഡേറ്റിനെ തയ്യാറാക്കാൻ നമ്മൾ സെറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലേണിംഗ് മെത്തഡോളജി. അപ്പൊ നമ്മുടെ ട്രെയിനിങ് ക്വാളിറ്റിയാണ് അതിന്റെ ഏറ്റവും വലിയൊരു ഘടകമായിട്ട് പറയുന്നത്. ടെക്നോ വാലിയിലെ സൈബർ സെക്യൂരിറ്റി കൺസൾട്ടന്റ് തന്നെയാണ് എല്ലാ കാൻഡിഡേറ്റ്സിനും ട്രെയിനിങ് നൽകുന്നത്. അതിൽ ഓരോ ആ ട്രെയിനിങ്ങിന്റെ ടോട്ടൽ പീരീഡിൽ 1-to-1 ഇൻഡിവിജ്വൽ അറ്റൻഷനും മെന്റർഷിപ്പും ആ കാൻഡിഡേറ്റിന് കിട്ടുന്നു എന്നുള്ളത് ടെക്നോ വാലി എൻഷുർ ചെയ്യുന്നുണ്ട്. പക്ക ഇൻഡസ്ട്രി റെഡി പ്രൊഫഷണൽ ആയിട്ട് ഒരാളെ പുറത്തേക്ക് ഇറക്കുക എന്നുള്ളതാണ് ഇൻഡസ്ട്രിയുടെ ഒരു കോർ ഒബ്ജക്റ്റീവ്. എനിക്കറിയാനുള്ള മറ്റൊരു കാര്യം, ഈ OSCP പ്രോഗ്രാം അല്ലാതെ മറ്റ് ഈ മേഖലയിൽ നമ്മൾ നേരത്തെ തന്നെ സൂചിപ്പിച്ച ഇപ്പൊ EC കൗൺസിലിന്റെ CEH എന്നുള്ള പ്രോഗ്രാം, അല്ലെങ്കിൽ കോമിറ്റിയുടെ സെക്യൂരിറ്റി പ്ലസ്, ഇങ്ങനെയുള്ള പ്രോഗ്രാംസ് ഒക്കെ അവൈലബിൾ ആണോ ടെക്നോ വാലിയിൽ? അതൊന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും ടെക്നോ വാലിയിലെ സൈബർ സെക്യൂരിറ്റി സ്റ്റാക്കിൽ നമുക്ക് 29ഓളം പ്രോഗ്രാമുകൾ അവൈലബിൾ ആണ്. ടെക്നോ വാലിയുടെ സൈബർ സെക്യൂരിറ്റി സ്റ്റാക്കിൽ ഒരു കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ സർട്ടിഫിക്കേഷനും അല്ലെങ്കിൽ മെജോറിറ്റി സർട്ടിഫിക്കേഷനും ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ ആണ്. അതിൽ പ്രധാനപ്പെട്ട ഗ്ലോബൽ ഓർഗനൈസേഷൻ ആയിരിക്കുന്ന ഓഫ്സെറ്റ്, EC കൗൺസിൽ, CompTIA, PECB, Red Hat എന്ന് തുടങ്ങിയ ഓർഗനൈസേഷന്റെ ഒഫീഷ്യൽ പാർട്ണർ കൂടിയാണ് ടെക്നോ വാലി. അപ്പൊ നമുക്ക് ഏറ്റവും ബേസിക് ആയിരിക്കുന്ന 1 മന്ത് തൊട്ട് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന 1 ഇയർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ, 3 ഇന്റർനാഷണൽ സർട്ടിഫിക്കേഷൻ വരെ ഇൻക്ലൂഡഡ് ആയിരിക്കുന്ന, ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ അത്രയും അഡ്വാൻസ്ഡ് ആയിരിക്കുന്ന ട്രെയിനിങ് പ്രോഗ്രാമുകൾ സൈബർ സെക്യൂരിറ്റി സ്റ്റാക്കിൽ ടെക്നോ വാലിയിൽ അവൈലബിൾ ആണ്. നമ്മള് എത്ര കൊല്ലമായിട്ട് അല്ലെങ്കിൽ എത്ര സ്റ്റുഡൻസിനെ നമ്മുടെ ഈ സ്ഥാപനത്തിലൂടെ പാസ് ഔട്ട് ആയിട്ടുണ്ട്? അവരുടെയൊക്കെ പ്ലേസ്മെന്റ് ഒക്കെ എങ്ങനെയാണ്? അതുകൂടെ ഒന്ന് സൂചിപ്പിക്കാം. തീർച്ചയായിട്ടും. ഇപ്പൊ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചല്ലോ, ടെക്നോ വാലിയുടെ ഒരു കോർ സ്ട്രെങ്ത് എന്ന് പറയുന്നത് നമ്മുടെ ക്വാളിറ്റി ഓഫ് ട്രെയിനിങ് ആണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് വളരെ അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും, നമ്മൾ ട്രെയിൻ ചെയ്തിരിക്കുന്ന, നമ്മൾ ഇന്ത്യൻ ആയിട്ട് ട്രെയിൻ ചെയ്തിരിക്കുന്ന കാൻഡിഡേറ്റ്സിൽ ഭൂരിഭാഗം ആൾക്കാർ ബെസ്റ്റ് ഓർഗനൈസേഷൻ ഇൻഡസ്ട്രികളിൽ മോസ്റ്റ് റിനോഡ് ആയിരിക്കുന്ന MNCs, ഫോർ എക്സാമ്പിൾ KPMG, Deloitte, EY പോലത്തെ സ്ഥാപനങ്ങളിലാണുള്ളത്. ആസ് ഓഫ് നോ നമുക്ക് ഒരു 10,000ഓളം ഹാപ്പി ഫേസസ് ഇതിനോടകം തന്നെ ക്രിയേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അപ്പം കൂടുതൽ ഉയരങ്ങൾ കാണാൻ കഴിയട്ടെ, കൂടുതൽ കുട്ടികളൊക്കെ നല്ല ക്വാളിറ്റി ആയിട്ടുള്ള ട്രെയിനിങ് നൽകി ഇതേപോലെയുള്ള സർട്ടിഫിക്കേഷനിലൂടെ വളരെ ഉയർന്ന നിലയിലേക്ക് എത്തുവാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. ഏതായാലും ഇത്രയും സമയം നമ്മളോടൊപ്പം സമയം ചിലവഴിച്ച മിസ്റ്റർ ആനന്ദിനോട് നന്ദി അർപ്പിക്കുന്നു. സ്പെഷ്യൽ സ്കോളർഷിപ്പോടെ ഈ ഒരു അവസരം ഉപയോഗപ്പെടുത്തണമെന്നില്ല, ഉടൻ തന്നെ നിങ്ങൾക്ക് ടെക്നോ വാലിയുമായിട്ട് കോൺടാക്ട് ചെയ്യാം. അതുകൊണ്ട് 10,000-ലധികം സ്റ്റുഡൻസിനെ ഈ മേഖലയിൽ വിജയകരമായിട്ട് പഠിപ്പിച്ച് ഇറക്കിയ ഒരു സ്ഥാപനമാണ് ടെക്നോ വാലി എന്നുള്ളത്. ടെക്നോ വാലിയുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ വീഡിയോയിലും വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നു. താല്പര്യമുള്ളവർക്ക് അവരെ കോൺടാക്ട് ചെയ്ത് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ്.